So move on to mouth chapter. Mouth chapter എന്ന് കാണുമ്പോൾ we have to remember tongue, palate, taste, gum, saliva. All comes under the mouth chapter. നമ്മൾ പറഞ്ഞു ഫേസിൻ്റെ ഔട്ടർ ലിപ്പ്, ലിപ്പിൻ്റെ പുറത്തുള്ളതൊക്കെ നമ്മൾ ഫേസിലാണെന്ന് പറഞ്ഞു. പക്ഷെ ലിപ്പിൻ്റെ ഉള്ളിൽ ഇന്നർ ലിപ്പ് വരുന്നതും മൗത്തിലാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരികയാണത് പാലറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ടങ് റിലേറ്റഡ് അല്ലെങ്കിൽ ടേസ്റ്റ് റിലേറ്റഡ് ഗമ്മ് അല്ലെങ്കിൽ സലൈവ റിലേറ്റഡ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അത് മൗത്ത് ചാപ്റ്ററിലാണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൂബ്രിക് വരുന്നത്, ഫസ്റ്റ് റൂബ്രിക് അല്ല, ആംഗൈലോ ഗ്ലോസിയ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ എടുക്കുന്ന റൂബ്രിക് മൗത്ത് പ്രൊട്രൂഡഡ് ടങ് ഡിഫിക്കൽറ്റി വിത്ത്. പിന്നെ ടേസ്റ്റിൽ ബേൺഡ് ടേസ്റ്റ്, മൗത്ത് ടേസ്റ്റ് എംപൈറോമാറ്റിക്. അപ്പോൾ അതൊരു ഇതായിട്ട് ചോദിക്കാം, എംപൈറോമാറ്റിക് എന്നുള്ളതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്. ഇറ്റ്സ് ബേൺഡ് ടേസ്റ്റ്, ബേൺഡ് ടേസ്റ്റിനെയാണ് നമ്മൾ എംപൈറോമാറ്റിക് എന്ന് പറയുന്നത്. അതിൽ മൗത്ത് ടേസ്റ്റ് എംപൈറോമാറ്റിക് എന്നാണ് വരുന്നത്. പിന്നെ കാംഗ്രമോറിസ്, കാംഗ്രമോറിസിന് എടുക്കുന്ന റൂബ്രിക് മൗത്ത് സ്റ്റൊമക്കേസ്, മൗത്ത് സ്റ്റൊമക്കേസ് എന്നുള്ളതാണ് കാംഗ്രമോറിസിന് എടുക്കുന്ന റൂബ്രിക്. നോമ, നോമ നമുക്ക് എവിടെ കിട്ടാം? നോമ നോമ കിട്ടുന്നത് ജനറാലിറ്റീസ് ചാപ്റ്ററിലാണ്. ജനറാലിറ്റീസ് ക്യാൻസറസ് അഫെക്ഷൻസ് നോമ. അപ്പോൾ ജനറാലിറ്റീസ് എന്നുള്ള ചാപ്റ്ററിൽ ക്യാൻസറസ് എന്നുള്ള റൂബ്രിക്കിൻ്റെ താഴെയാണ് നമുക്ക് നോമ കിട്ടുക. അപ്പോൾ അത് മൗത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ബ്ലാങ്ക് റൂബ്രിക്കാണ്. വി ഹാവ് ടു റെഫർ ടു ജനറാലിറ്റീസ് ചാപ്റ്റർ അണ്ടർ ദ ക്യാൻസറസ് അഫെക്ഷൻസ് നോമ. സ്കർവി, സ്കർവി where we get scurvy? Again it is in generalities chapter. Am I audible, right? Yes, yes. ഓക്കെ, സ്കർവി നമുക്ക് കിട്ടുന്നത് ജനറാലിറ്റീസ് ചാപ്റ്റർ ആണ്. പക്ഷെ മൗത്തിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ആ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞ റൂബ്രിക്കിൽ സ്കർവി വിത്ത് അല്ലെങ്കിൽ സ്കർവി ഡ്യൂ ടു സ്കർവി എന്നുള്ള പോലെയുള്ള സബ് റൂബ്രിക് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ സ്കർവി എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക് നമുക്ക് കിട്ടുന്നത് ജനറാലിറ്റീസ് ചാപ്റ്ററിലാണ്. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് കോൾഡ് ബ്രെത്തും ഹോട്ട് ബ്രെത്തും. അപ്പോൾ കോൾഡ് ബ്രെത്ത് കിട്ടുന്നത് മൗത്തിലും ഹോട്ട് ബ്രെത്ത് കിട്ടുന്നത് റെസ്പിറേഷനിലുമാണ്. ഇത് കെൻ റെപ്പർട്ടറി, ബാക്കി രണ്ട് റെപ്പർട്ടറി നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. മൗത്ത് കോൾഡ് ഇൻ ദ മൗത്ത് ചാപ്റ്റർ, ഹോട്ട് ബ്രെത്ത് ഇൻ ദ റെസ്പിറേഷൻ ചാപ്റ്റർ. VBCRലാണെങ്കിൽ രണ്ടും റെസ്പിറേഷനിലാണ്, TPBയിൽ ബോത്ത് ഇൻ മൗത്ത് ചാപ്റ്റർ. അപ്പോൾ കെൻഡിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ചാപ്റ്റർ രണ്ടും വ്യത്യാസമുണ്ട്, അതും കൂടെ ഓർത്തിരിക്കുക. VBCRൽ രണ്ടും റെസ്പിറേഷനിലാണ്, TPBയിൽ ബോത്ത് ഇൻ മൗത്ത് ചാപ്റ്റർ and Kent repertory cold breath in mouth chapter and hot breath in respiration chapter. Then offensive breath, offensive breath in mouth order rubric offensive, mouth order offensive. വേറെ റൂബ്രിക്കാണ് ചൈൽഡ് പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്ത്. ഫിംഗേഴ്സ് ഇൻ മൗത്തിൽ ചൈൽഡ് പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്ത്, അവിടെ ഇമ്പോർട്ടൻറ്റ് ഫിംഗേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മൗത്തിൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ആ റൂബ്രിക്ക് കിട്ടുന്നത് മൗത്ത് എന്ന ചാപ്റ്റർ തന്നെയാണ്. ചൈൽഡ് പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്ത്, ചൈൽഡ് പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്ത് അത് കിട്ടുന്നത് മൗത്ത് ചാപ്റ്ററിൽ തന്നെയാണ്. പക്ഷെ പുട്ടിങ് സ്റ്റോൺസ് ആണെങ്കിൽ, സ്റ്റോൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മൈൻഡിലോട്ട് പോകും. പുട്ടിങ് സ്റ്റോൺസ് ഇൻ മൗത്ത് എന്നുള്ള റൂബ്രിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മൈൻഡ്, ഡെലീരിയം, മൗത്ത് മൂവ്സ് ലിപ്പ്, പുട്ട് സ്റ്റോൺസ് ഇൻ. അവിടെ മൗത്ത് ഉണ്ട്, പക്ഷേ മൗത്ത് ഉണ്ട്, നമുക്ക് പുട്ടിങ് ഉണ്ട്, സ്റ്റോൺസ് ഉണ്ട്, മൗത്ത് ഉണ്ട്. നമ്മൾ മൗത്തിലോട്ട് പോകരുത്. അവിടെ ഉള്ളത് അത് മൈൻഡിൽ ഡെലീരിയം, മൗത്ത് മൂവ്സ് ലിപ്പ്, പുട്ട് സ്റ്റോൺസ് ഇൻ എന്ന് പറഞ്ഞ റൂബ്രിക്കാണ്. അപ്പോൾ പുട്ടിങ് ഫിംഗേഴ്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ മൗത്ത് ചാപ്റ്റർ. പുട്ടിങ് സ്റ്റോൺസ് ആണെങ്കിൽ സംതിങ് അബ്നോർമാലിറ്റി അല്ലേ, സ്റ്റോൺ ഒന്നും ആരും വായിലിട്ടില്ലല്ലോ. അപ്പോൾ അതൊരു മെന്റൽ റൂബ്രിക് ആയിട്ട് മൈൻഡ്, ഡെലീരിയം, മൗത്ത് മൂവ്സ് ലിപ്പ് ആൻഡ് പുട്ട് സ്റ്റോൺസ് എന്നുള്ള റൂബ്രിക്കിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ചൈൽഡ് പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഇപ്പിക്കാക്കൊക്കെയാണ് മെഡിസിൻസ് വരുന്നത് കേട്ടോ. ദെൻ സ്പിറ്റ് ഓൾവേസ്, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, സ്പിറ്റ് ഓൾവേസ് എപ്പോഴും ഇങ്ങനെ സ്പിറ്റ് ചെയ്യുന്നതിൻ്റെ റൂബ്രിക്ക് മൗത്തിൽ സ്പാസ്മോഡിക് സ്പിറ്റിംഗ്, മൗത്ത് സ്പാസ്മോട്ടിക് സ്പിറ്റിംഗ്. പിന്നെ സ്പിറ്റ് ഇൻ ദ ഫേസ് ഓഫ് പീപ്പിൾ, നമ്മൾ അവിടെ ഫേസ് ഉണ്ട്, അപ്പോൾ നമ്മൾ ഫേസിലോട്ട് പോവരുത്. സ്പിറ്റ് ഇൻ ദ ഫേസ് ഓഫ് പീപ്പിൾ എന്നുള്ളത് മൈൻഡ് റൂബ്രിക്കാണ്. മൈൻഡിൽ സ്പിറ്റ്സ്, മൈൻഡിൽ സ്പിറ്റ്സ് എന്നാണ് ആ റൂബ്രിക്ക് വരുന്നത്. ഇംപ്രിന്റ് ഓഫ് ടീത്ത് ഓൺ ടങ്, ടങ്, ടങ് വന്നാൽ എവിടെ നോക്കേണ്ടത്? മൗത്ത് ചാപ്റ്ററിലാണ്. അപ്പോൾ
അത് ടീത്തിലോട്ട് പോവരുത്. മൗത്ത് ഇൻറ്റൻറ്റഡ് എന്നുള്ളതാണ് റൂബ്രിക് എടുക്കേണ്ടത്. ഇൻറ്റൻറ്റഡ് ടങ്. അപ്പോൾ ഇംപ്രിന്റ് ഓഫ് ടീത്ത് ഓൺ ടങ് എന്ന് വരുമ്പോൾ അത് ടീത്തിലല്ല, അത് ടങ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. അത് മൗത്ത് ചാപ്റ്ററിലാണ്. മൗത്ത് ഇൻറ്റൻറ്റഡ് ടങ്. ദെൻ പക്കേർഡ് സെൻസേഷൻ ഇൻ പാലറ്റ്. അവിടെ പാലറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് അല്ലേ? പാലറ്റ് വരുന്നത് മൗത്തിലാണ്. മൗത്ത്, പക്കേർഡ് സെൻസേഷൻ, പാലറ്റ്. പിന്നെ നമുക്ക് വരുന്ന റൂബ്രിക് റാനുല. അതൊക്കെ ഡയറക്റ്റ് റൂബ്രിക് ആണ്. റാനുല, എപ്യൂലിസ്. പിന്നെ അനേബിൾ ടു ടോക്ക് ആഫ്റ്റർ CVA. ഇവിടെ ഒരു ഡിസാർത്രിയ വന്നതാണ് അല്ലേ? അനേബിൾ ടു ടോക്ക് ആഫ്റ്റർ CVA. നമ്മൾ പറഞ്ഞു സ്പീച്ചിന്റെ റൂബ്രിക് നമുക്ക് 3 സ്ഥലത്ത് കിട്ടും. ഒന്ന് മൈൻഡിൽ കിട്ടും. ദെൻ സെക്കൻഡ് ഈസ് മൗത്ത് ചാപ്റ്റർ ആൻഡ് തേർഡ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ട്രക്കിയ ചാപ്റ്റർ. മൈൻഡിൽ വരുന്ന സ്പീച്ച് അധികം ആ ഒരു മെന്റൽ ഹയർ സെൻറ്റർ ഇൻവോൾവ്മെന്റ് ആയിട്ടുള്ള ചൈൽഡിഷ് അല്ലെങ്കിൽ ഹേസ്റ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് റൂബ്രിക്സ് ആണ് നമുക്ക് മൈൻഡിൽ കിട്ടുന്നത്. പിന്നെ മൗത്തിൽ കിട്ടുന്ന സ്പീച്ച് റിലേറ്റഡ് റൂബ്രിക് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഡിസാർത്രിയ പോലെയുള്ള സ്റ്റാമറിങ്, അതേപോലെ സ്പീച്ച് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ സ്പീച്ച് വാണ്ടിങ് അപ്പോപ്ലെക്സി ആഫ്റ്റർ, അങ്ങനെ ഒരു ആർട്ടിക്കുലേഷൻ സംബന്ധിച്ച്, അതായത് നമ്മുടെ ഈ ഒരു ടങ് ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി വരുന്ന റൂബ്രിക്സുകളൊക്കെയാണ് മൗത്തിൽ കിട്ടുക. സ്റ്റാമറിങ് കിട്ടുന്നത് മൗത്തിലാണ്. മൗത്ത്, സ്പീച്ച്, സ്റ്റാമറിങ്. പിന്നെ വരുന്നതാണ് ലാരിങ്സ് ആൻഡ് ട്രക്കിയൽ. അത് ക്വാളിറ്റി ഓഫ് സ്പീച്ച്, അതായത് വോയിസ് ഹോസ്നെസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ വോയിസ് ലോസ്റ്റ്, അല്ലെങ്കിൽ വോയിസ് നെയ്സൽ ടോൺ വരുന്നത്, അതൊക്കെ വരുന്നത് ലാരിങ്സ് ആൻഡ് ട്രക്കിയ ചാപ്റ്ററിലാണ് കേട്ടോ. നമുക്ക് പല്ലൊക്കെ പറിച്ചിട്ട് ബ്ലീഡിങ് വരൂലേ? അതെവിടെ കിട്ടാം? അതിന് റൂബ്രിക് മൗത്ത്, ബ്ലീഡിങ്, എക്സ്ട്രാക്ഷൻ ഓഫ് ടീത്ത്, പ്രൊഫ്യൂസ് ആപ്റ്റ്. അതായത് പല്ലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നത്. മൗത്ത്, ബ്ലീഡിങ്, എക്സ്ട്രാക്ഷൻ ഓഫ് ടീത്ത്, പ്രൊഫ്യൂസ് ആഫ്റ്റർ. ദെൻ വേറെ റൂബ്രിക് ബേൺസ് ഓഫ് ടങ് ആൻഡ് ലിപ്സ്. ടങ്ങിൻ്റെ ലിപ്പിൻ്റെ ബേൺസ് ഓഫ് ടങ് ആൻഡ് ലിപ്പ്. അവിടെ ടങ്ങും ഉണ്ട്, ലിപ്പും ഉണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പാണ് അത് മൗത്ത് ചാപ്റ്ററിലാണെന്നുള്ളത്. മൗത്തിൽ ബേൺസ് എന്ന് തന്നെയാണ് റൂബ്രിക്. മൗത്ത് ബേൺസ് ഓഫ് ടങ് ആൻഡ് ലിപ്പ്. സിംഗിൾ മെഡിസിൻ ആണ്, ഹമാബ്ലിസ് മാത്രമേ മെഡിസിൻ ഉള്ളൂ. ബേൺസ്, മൗത്തിൽ ബേൺസ് ഓഫ് ടങ്സ് ആൻഡ് ലിപ്പ്, ടങ് ആൻഡ് ലിപ്സ്, ദറ്റ് ഈസ് ഹമാബ്ലിസ് മെഡിസിൻ. Then another rubric is food escapes from mouth during chewing. Food escapes from mouth during chewing. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആകുമ്പോൾ ഫുഡ് ഉണ്ട്, എസ്കേപ്സ് ഫ്രം മൗത്ത് ഉണ്ട്, ഫ്രം ഡ്യൂറിങ് ച്യൂയിങ്, അപ്പോൾ ച്യൂയിങ് ഉണ്ട്. അപ്പോൾ അതിൽ ഫുഡിനാണോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്, മൗത്തിനാണോ കൊടുക്കേണ്ടത്, ച്യൂയിങ്ങിനാണോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ റൂബ്രിക് വരുന്നത് മൗത്തിൽ തന്നെയാണ്. അതിൻ്റെ റൂബ്രിക് വരുന്നത് ഫുഡ്. അപ്പം മൗത്തിൽ ഫുഡ് എസ്കേപ്സ് ഫ്രം മൗത്ത് ഡ്യൂറിങ് ച്യൂയിങ്. ച്യൂയിങ് ചെയ്യുന്ന സമയത്ത് ഫുഡ് എസ്കേപ്പ് ചെയ്യുക മൗത്തിൽ നിന്ന്. അതിൽ മൗത്ത്, ഫുഡ് എസ്കേപ്സ് ഫ്രം മൗത്ത് ഡ്യൂറിങ് ച്യൂയിങ്. അത് ഒറ്റ സിംഗിൾ മെഡിസിൻ ആണ്. അർജന്റം നൈട്രിക്കം മാത്രമേ മെഡിസിൻ ഉള്ളൂ കേട്ടോ. അർജന്റം നൈട്രിക്കം. അത് മൗത്ത്, ഫുഡ് എസ്കേപ്സ് ഫ്രം മൗത്ത് ഡ്യൂറിങ് ച്യൂയിങ്. ഹാർഡ് പാലറ്റ് എവിടെ കിട്ടാം? ഹാർഡ് പാലറ്റ് ക്ലൂ ഉണ്ടല്ലോ. പാലറ്റ് എവിടെ കിട്ടാം നമുക്ക്? മൗത്ത്. അഗെയിൻ മൗത്തിൽ ഹാർഡ് പാലറ്റ് എന്നാണ് റൂബ്രിക് വരുന്നത് കേട്ടോ. പിന്നെ റിംഗ് വേം ഓൺ ടങ്. റിംഗ് വേമിനുള്ള റൂബ്രിക് ഏതാണ്? നമ്മൾ പൊതുവെ എപ്പോഴും പഠിക്കുന്ന റിംഗ് വേമിനുള്ള റൂബ്രിക് ഏതാണ്? ഏത് ചാപ്റ്ററിലാണ്? സ്കിന്നില് റൂബ്രിക് ഓർക്കുന്നുണ്ടോ? ഇറപ്ഷൻസ്, ഹെർപ്പറ്റിക്, ഒരു വേർഡും കൂടെ ഉണ്ട്, സെർസിനേറ്റ്. സ്കിൻ, ഇറപ്ഷൻ, ഹെർപ്പറ്റിക്, സെർസിനേറ്റ്. ഈ റൂബ്രിക്കാണ് നമ്മൾ റിംഗ് വേമിന് എടുക്കുക. പക്ഷെ നമ്മൾ TPBയിലും BBCRലും അങ്ങനെയാണോ പഠിച്ചത്? ടെറ്റേഴ്സ് അല്ലേ? ടെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ കെൻഡിൽ സ്കിൻ, ഇറപ്ഷൻ, ഹെർപ്പറ്റിക്, സെർസിനേറ്റ്. പക്ഷെ റിംഗ് വേം എന്ന് പറഞ്ഞ വേർഡ് കെൻഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മൗത്ത് ചാപ്റ്ററിലാണ്. റിംഗ് വേംസ് ഓഫ് ടങ് ഉള്ള റൂബ്രിക് ഉണ്ട്. റിംഗ് വേം,
ടങ് റൈറ്റ് സൈഡ്, ടങ്ങിൻ്റെ റൈറ്റ് സൈഡ് റിംഗ് വോം. സിംഗിൾ മെഡിസിൻ ആണ്, നാട്രോമർ മാത്രമേ മെഡിസിൻ ഉള്ളൂ. അപ്പോൾ റിംഗ് വോം ഓഫ് ടങ് റൈറ്റ് സൈഡ് ഉള്ളതിന് നാട്രോമർ മാത്രമാണ് മെഡിസിൻ. അവിടെ റൂബിക്ക് വരുന്നത് റിംഗ് വോം എന്ന് തന്നെയാണ് റൂബ്രിക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ മൗത്തിൽ ശ്രദ്ധിക്കുക, മൗത്തിലാണ് ടങ് വരുന്നത്, പാലറ്റ് വരുന്നത്, ടേസ്റ്റ് വരുന്നത്, ഗമ്മ്, സലൈവ. സലൈവ റിലേറ്റഡ് റൂബ്രിക് ആയിട്ടുള്ള സലൈവന്റെ ഡിഫറെന്റ് നേച്ചർ കൊടുത്തിട്ടുണ്ട്. സലൈവേഷൻ കൂട്ടുന്ന വേറെ റൂബ്രിക് ഉണ്ട്, സലൈവ റൂബ്രിക് ഉണ്ട്, സലൈവേഷൻ റൂബ്രിക് ഉണ്ട്. സലൈവേഷൻ ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ ഡ്യൂറിങ് ഫീവർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള റൂബ്രിക് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മൗത്തിലാണെന്ന് ആലോചിക്കുക. പിന്നെ കാങ്ക്ര മോറിസിന് എടുക്കുന്ന റൂബ്രിക് മൗത്ത് സ്റ്റൊമക് കേസ്. നോമ നമുക്ക് ജനറാലിറ്റീസിലാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് മൗത്തിൽ കിട്ടുന്നത് കോൾഡ് ബ്രത്ത് ആണ്. പിന്നെ ഒഫെൻസീവ് ബ്രത്തിന് എടുക്കുന്ന റൂബ്രിക് മൗത്ത് ഓർഡർ ഒഫെൻസീവ്. പുട്ടിങ് ഫിംഗേഴ്സ് ഇൻ മൗത്ത് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ദ മൗത്ത് ചാപ്റ്റർ. പുട്ടിങ് സ്റ്റോൺസ് ഇൻ മൗത്ത് ആണെങ്കിൽ അത് മൈൻഡ് ഡെലീറിയം എന്നാണ് നമ്മുടെ റൂബ്രിക്ക് പോകുന്നത്. പിന്നെ സ്പിറ്റിംഗ് ഓൾവേസ് എന്നാണെങ്കിൽ മൗത്ത് സ്പാസ്മോഡിക് സ്പിറ്റിംഗ്. സ്പിറ്റിംഗ് ഇൻ ദ ഫേസ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ദാറ്റ് ഇസ് മൈൻഡ് റൂബ്രിക്, മൈൻഡ് സ്പിറ്റ്സ് എന്നാണ് റൂബ്രിക് കേട്ടോ. പിന്നെ റാനുല എപ്പിലിസ് ഒക്കെ ഡയറക്റ്റ് റൂബ്രിക് ആണ്. നെക്സ്റ്റ് കം ടു ടീത്ത് ചാപ്റ്റർ. ടേസ്റ്റ് എന്നുള്ളത് സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് അല്ലേ, അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ടി പി ബിയിലും ബി ബി സി ആറിലും ടേസ്റ്റ് സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ടങ് കാണുന്നുണ്ട്, പാലറ്റ് കാണുന്നുണ്ട്, ടേസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ടേസ്റ്റ് വേറെ ചാപ്റ്റർ ആണ് ടി പി ബിയിൽ, ഗം ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് ബി ബി സി ബോറിക്കിൽ. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ നോക്കി പഠിക്കണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഇസ് എ സെപ്പറേറ്റ് ചാപ്റ്റർ ഇൻ ടി പി ബി ആൻഡ് ബി ബി സി ആർ. ദെൻ മൂവ് ഓൺ ടു ടീത്ത് ചാപ്റ്റർ. ടീത്ത് ചാപ്റ്ററിൽ ടീത്തിൻ്റെ ഓരോ നേച്ചർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ചിസൻ ടീത്ത്. അച്ചിസൻ ടീത്ത് നമുക്കറിയാം, അങ്ങനെ ഭയങ്കര സെറേറ്റഡ് ആയിട്ടുള്ള ടീത്ത് ആണ് അല്ലേ. നമ്മൾ പിക്ചറൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ സെറേറ്റഡ് ആയിട്ടുള്ള ടീത്ത് നമ്മൾ അച്ചിസൻ ടീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ടീത്ത് സെറേറ്റഡ് എന്നാണ് അതിൻ്റെ റൂബ്രിക്. ടീത്ത് സെറേറ്റഡ്. ശരിക്കും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, സെറേറ്റഡ് എന്ന് മാത്രം ചോദിച്ചിട്ട് അത് ഏത് ചാപ്റ്ററിലാണെന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെറേറ്റഡ് എന്ന് പറയുമ്പോൾ അത് ടീത്തിലാണെന്നുള്ള എപ്പോഴും ഓർക്കണം. അത് നമ്മൾ വേറെ എവിടെയും കൊണ്ട് എഴുതരുത്. സെറേറ്റഡ് എന്ന് മാത്രം ചോദിക്കും. അപ്പോൾ ടീത്ത് തന്നിട്ടുണ്ടാവില്ല, നമ്മൾ ഏത് ചാപ്റ്ററാണ് കൺഫ്യൂസ്ഡ് ആവരുത്. ദാറ്റ് ഇസ് ഇൻ ദ ടീത്ത് ചാപ്റ്റർ. ടീത്ത് സെറേറ്റഡ്. ദിസ് ഈസ് ദ റൂബ്രിക് വിത്ത് മോർ നോസോഡ്സ്. നോസോഡ്സ് കൂടുതലുള്ള റൂബ്രിക് ആണ് ഈ സെറേറ്റഡ് എന്ന് പറയുന്ന റൂബ്രിക്. ടീത്ത് സെറേറ്റഡ് എന്നുള്ളത്, അതായത് എത്ര നോസോഡ് ഉണ്ട് ഇവിടെ ഈ ഒരു റൂബ്രിക്കിൽ, എത്ര നോസോഡ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? അല്ല, 5 നോസോഡ് അല്ല, 5 മെഡിസിൻ ഉണ്ട് അതിൽ. പക്ഷെ 3 നോസോഡ്സേ ഉള്ളൂ. നോസോഡ്സ് 3 ഉള്ളൂ, പക്ഷെ 5 മെഡിസിൻസ് ഉണ്ട്. അതിലുള്ള നോസോഡ്സ് എന്ന് പറഞ്ഞെങ്കിൽ സിഫിലിനും മെഡോറിനും ട്യൂബർക്കുലിനാണ്. ബാക്കി 2 നോസോഡ് അല്ല. സിഫിലിനും മെഡോറിനും ട്യൂബർക്കുലിനാണ് അതിൽ നോസോഡ് ആയിട്ടുള്ളത്. 5 മെഡിസിൻസ് ഉള്ള ഒരു റൂബ്രിക്കാണ് ടീത്ത് സെറേറ്റഡ് എന്നുള്ളത് കേട്ടോ. 3 നോസോഡ്സ് ആണ് അതിൽ വരുന്നത്. അങ്ങനെ 3 നോസോഡ്സ് വരുന്ന റൂബ്രിക്ക് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിത്ത് മോർ നോസോഡ്സ് എന്നുള്ള ഇതിൽ വരുന്നത്. അപ്പോൾ സിഫിലിനും മെഡോറിനും ട്യൂബർക്കുലിനും. ദെൻ കംപ്ലൈൻസ് ഓഫ് വിസ്ഡം ടീത്ത്. വിസ്ഡം ടീത്തിന്റെ റൂബ്രിക്ക് ടീത്ത് വിസ്ഡം. വിസ്ഡം എന്നാണ് റൂബ്രിക്ക്. ടൂത്ത് എയിൽമെന്റ്സ് ഫ്രം. അപ്പോൾ വിസ്ഡം എന്നുള്ള റൂബ്രിക്ക് ഉണ്ട്. പിന്നെ ഇഞ്ചുറി ടു ഡെന്റൽ നെർവ്സ്. ടീത്തിൽ നമുക്ക് നെർവ്സ് എന്നുള്ള റൂബ്രിക്ക് ഉണ്ട്. അപ്പോൾ ഇഞ്ചുറി ടു ഡെന്റൽ നെർവ്സ് വരുന്നത് നമുക്ക് ടീത്തിൽ നെർവ്സ് എന്നുള്ള റൂബ്രിക്കിന്റെ താഴെ നോക്കാം. പിന്നെ പ്രിമച്വർ ഡീക്കേ ഓഫ് ടീത്ത് ഇൻ ചിൽഡ്രൻ. അത് ടീത്ത് ക്യാരീസ് പ്രിമച്വർ. ടീത്ത് ക്യാരീസ് പ്രിമച്വർ. സ്ലോ ഇറപ്ഷൻ ഓഫ് ടീത്ത് ഇൻ ചിൽഡ്രൻ. അത് ടീത്ത് ഡെന്റീഷൻ സ്ലോ. നമ്മൾ ഡിലേഡ് മൈൽ സ്റ്റോൺസിനൊക്കെ നമുക്ക് എടുക്കാം. ടീത്ത് ഡെന്റീഷൻ സ്ലോ. പിന്നെ സ്ലീപ്പ് ഡ്യൂറിങ് ഗ്രൈൻഡിങ് ഉണ്ടെങ്കിൽ ടീത്ത് ഗ്രൈൻഡിങ് സ്ലീപ്പ് ഡ്യൂറിങ്. ടീത്ത് പെയിൻ ഫില്ലിങ് ആഫ്റ്റർ. ഈ റൂബ്രിക്ക് നമ്മൾ ഇങ്ങനെ ഈ റൂട്ട് കനാലൊക്കെ ചെയ്തിട്ട് പല്ല് ഫില്ല് ചെയ്യൂലേ, ഫില്ല് ചെയ്തിട്ട് പെയിൻ വരുന്നതിന് എടുക്കുന്ന റൂബ്രിക്കാണ് ടീത്ത് പെയിൻ ഫില്ലിങ് ആഫ്റ്റർ. ടീത്ത് പെയിൻ ഫില്ലിങ് ആഫ്റ്റർ. പിന്നെ പെരിയോസ്റ്റൈറ്റിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. പിന്നെ ഇൻക്രസ്റ്റേഷൻസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അതിൽ പ്ലംബം മാത്രമേ മെഡിസിൻ ഉള്ളൂ. അപ്പോൾ ടീത്തിൽ മെയിനായിട്ട് ആലോചിക്കേണ്ടത് ഹച്ചിസൺ ടീത്തിന് എടുക്കുന്ന റൂബ്രിക് ടീത്ത് സെറേറ്റഡ്. ദിസ് ഇസ് ദ റൂബ്രിക് വിത്ത് മോർ നോസോഡ്സ്. അതിൽ വരുന്ന നോസോഡ്സ് എന്ന് പറയുന്നത് സിഫിലിനം, മെഡോറിനം ആൻഡ് ട്യൂബർക്കുലിന. ദെൻ കംപ്ലൈൻസ് ഓഫ് വിസ്ഡം ടീത്ത്. ടീത്ത് വിസ്ഡം ടൂത്ത് എയിൽമെന്റ്സ് ഫ്രം. ഇഞ്ചുറി ടു ഡെന്റൽ നെർവ്സ്. ടീത്ത് നെർവ്സ്. Premature decay of teeth in children. Teeth caries premature. Slow eruption of teeth in children. Teeth dentition slow. Teeth grinding, sleep during. Teeth pain, filling after.
ഇൻക്രസ്റ്റേഷൻസ് ഓൺലി സിംഗിൾ മെഡിസിൻ ഇസ് പ്ലംബം. എത്ര നോസോഡ് ഉണ്ട് കാൻട്രപ്പട്രിയിൽ എന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? How many nosodes represented in Cairns repertory? പതിനൊന്ന് എന്നുള്ളത് ചില ബുക്സിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞത് 20 ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ബുക്കിൽ എവിടെ എഴുതിയതിൽ 11 എന്നാണ് കണ്ടത്. ഞാൻ എണ്ണിയൊക്കെ നമുക്കറിയില്ല, എത്ര എണ്ണണം എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളാരും അതിന് മെനക്കെട്ടിട്ടില്ല. അപ്പോൾ 11 ആയാലും 20 ആയാലും രണ്ടൊന്നും നോട്ട് ചെയ്ത് വെക്കുക. 11 കണ്ടിട്ടുണ്ട്, പക്ഷെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞത് 20 ഉണ്ട് എന്നാണ് കേട്ടോ. ദെൻ കമ്മിങ് ടു ത്രോട്ട് ചാപ്റ്റർ. ത്രോട്ടിൽ നമുക്ക് ഈസോഫാഗസ് കിട്ടും, ടോൺസിൽ കിട്ടും, യുബുല, ഫാരിങ്സ്, ഫോസസ്. ഈ ഒരു കണ്ടീഷനൊക്കെ നമുക്ക് ത്രോട്ടിൽ നോക്കിയാൽ കിട്ടും. ഡിഫ്തീരിയയിൽ നമുക്ക് നോക്കുന്ന റൂബ്രിക്ക് ത്രോട്ട് മെംബ്രെയിൻ എന്നുള്ള റൂബ്രിക്കാണ് ഡിഫ്തീരിയക്ക് എടുക്കേണ്ടത്. ത്രോട്ട് മെംബ്രെയിൻ എക്സുഡേഷൻ ഡിഫ്തീരിയ. ദെൻ ഡ്രിങ്ക് മസ്റ്റ് ഇൻ ഓർഡർ ടു സ്വാലോ. എന്നുള്ള റൂബ്രിക്ക് കിട്ടുന്നത് ത്രോട്ട് സ്വാലോയിങ് എന്ന് പറയുന്ന റൂബ്രിക്കിന്റെ സബ് റൂബ്രിക് ആയിട്ടാണ്. ത്രോട്ട് സ്വാലോയിങ്, ഡ്രിങ്ക് മസ്റ്റ് ഇൻ ഓർഡർ ടു സ്വാലോ. പിന്നെ എക്സോഫ്താൽമോസിന് എടുക്കുന്ന റൂബ്രിക്ക് നമ്മൾ നേരത്തെ പഠിച്ചു. ഐ പ്രൊട്രൂഷൻ എക്സോഫ്താൽമോസ്. എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണെങ്കിൽ അത് ഗോയിറ്റർ റിലേറ്റഡ് ടു തൈറോയിഡ് ഒക്കെ വരികയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ത്രോട്ടിലാണ് വരിക. അപ്പോൾ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ആണ്, അത് എക്സ്റ്റേണൽ ത്രോട്ട് ഗോയിറ്റർ എക്സോഫ്താൽമിക്. എക്സ്റ്റേണൽ ത്രോട്ട് ഗോയിറ്റർ എക്സോഫ്താൽമിക്. ഗ്ലോബസ് ഹിസ്റ്റീരിക്കസ് പറയുമ്പോൾ ത്രോട്ട് ലംബ് റൈസിംഗ് സെൻസേഷൻ. ഫുഡ് ഫെൽറ്റ് അൺടിൽ എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്ക് എൻ്റർ ചെയ്യുന്ന വരെ നമുക്ക് ആ ട്രാക്ട് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള പോലെ. ഫുഡ് ഫെൽറ്റ് അൺടിൽ എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക്, അതായത് നമ്മുടെ ഈസോഫാഗസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ത്രോട്ട്, ഫുഡ്, ഈസോഫാഗസ്, ഫുഡ് ഫെൽറ്റ് അൺടിൽ എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക് എന്നാണ് റൂബ്രിക്ക്. ത്രോട്ട് ചാപ്റ്ററിൽ ഫുഡാണ് റൂബ്രിക്ക്. ഫുഡ് ഫെൽറ്റ് അൺടിൽ എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക്, ഇത് സബ് റൂബ്രിക്. ദെൻ എൻലാർജ്മെന്റ് ഓഫ് ടോൺസിൽ, അതായത് ടോൺസിൽ റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്ക് മൊത്തം കിട്ടുന്നത് ത്രോട്ട് ചാപ്റ്ററിലാണ്. അത് എൻലാർജ്മെന്റ് ഓഫ് ടോൺസിൽ, ഇൻഫ്ലമേഷൻ ഓഫ് ടോൺസിൽ, സ്വെല്ലിംഗ് ഓഫ് ടോൺസിൽ ഒക്കെ വരുന്നത് ഈ ത്രോട്ട് ചാപ്റ്ററിലാണ്. ദെൻ റിവേഴ്സ്ഡ് പെരിസ്റ്റാൾട്ടിക് ആക്ഷൻ ഓഫ് ഇസോഫാഗസ്. ഇവിടെ റൂബ്രിക്ക് വരുന്നത് ത്രോട്ട് ചാപ്റ്ററിൽ റിവേഴ്സ്ഡ് എന്നാണ് റൂബ്രിക്ക്. റിവേഴ്സ്ഡ് പെരിസ്റ്റാൾട്ടിക് ആക്ഷൻ ഓഫ് ഇസോഫാഗസ്, സിംഗിൾ മെഡിസിൻ ആണ് അസഫീറ്റിഡ. റിവേഴ്സ്ഡ് പെരിസ്റ്റാൾട്ടിക് ആക്ഷൻ ഓഫ് ഇസോഫാഗസ്, സിംഗിൾ മെഡിസിൻ അസഫീറ്റിഡ. ദെൻ ആപ്പിൾ കോർ ഹാഡ് ലോഡ്ജ് സെൻസേഷൻ. തൊണ്ടയിൽ ഒരു ആപ്പിൾ കോർ ലോഡ്ജ് ചെയ്ത സെൻസേഷൻ. ആപ്പിൾ കോർ ഹാഡ് ലോഡ്ജ് സെൻസേഷൻ. അപ്പൊ നമ്മൾ തൊണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ ത്രോട്ടിൽ നിന്നോ എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഒന്ന് ജസ്റ്റ് ആപ്പിൾ കോർ ഹാഡ് ലോഡ്ജ് സെൻസേഷൻ എന്ന് മാത്രമാണ് റൂബ്രിക്ക്. നമുക്ക് യാതൊരു ക്ലൂ ഇല്ല, നമുക്ക് ഏതൊരു പാട്ടും തന്നിട്ടില്ല. പക്ഷെ ആപ്പിൾ കോർ എന്ന് തന്നിട്ടുണ്ട്. ഈ ആപ്പിൾ എന്നുള്ളത് ഓൺലി മെൻഷൻഡ് ഇൻ ത്രോട്ട് ചാപ്റ്ററിൽ മാത്രമാണ് ആപ്പിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ആപ്പിൾ കോർ ഹാഡ് ലോഡ്ജ് സെൻസേഷൻ എന്നുള്ളത് ത്രോട്ട് ചാപ്റ്ററിലാണ്. മെഡിസിൻ എന്ന് പറഞ്ഞത് ഫൈറ്റലോക്കയാണ് മെഡിസിൻ. നമുക്ക് ഇവിടെ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിക്കെടുക്കുന്ന പോലെയുള്ള സെൻസേഷൻ, ദാറ്റ് ഈസ് ഫൈറ്റലോക്ക. ദെൻ എക്സ്റ്റേണൽ ത്രോട്ട്. രണ്ട് ചാപ്റ്ററിൻ്റെ റിലേറ്റഡ് ടു ത്രോട്ടും എക്സ്റ്റേണൽ ത്രോട്ടിലും. എക്സ്റ്റേണൽ ത്രോട്ടിൽ നിന്നാണ് നമുക്ക് തൈറോയിഡും സെർവൈക്കൽ ഗ്ലാൻസ് ഒക്കെ കിട്ടുന്നത്. സെർവൈക്കൽ റീജിയൻ അല്ല. സെർവൈക്കൽ റീജിയൻ നമുക്ക് കൂടുതലും കിട്ടുന്നത് ബാക്ക് ചാപ്റ്ററിലാണ്. പക്ഷെ സെർവൈക്കൽ ഗ്ലാൻസ് കിട്ടുന്നത് എക്സ്റ്റേണൽ ത്രോട്ടിലാണ്. പിന്നെ പാരാലിസിസ് ഓഫ് സ്റ്റേനോക്ലീഡോയിഡ് മസിലിന്റെ പാരാലിസിസ് കിട്ടുന്നത് എക്സ്റ്റേണൽ ത്രോട്ടില്. പാരാലിസിസ് സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ് എന്നാണ് റൂബ്രിക് കേട്ടോ. എക്സ്റ്റേണൽ ത്രോട്ട്, പാരാലിസിസ്, സ്റ്റേനോക്ലീഡോമാസ്റ്റോയിഡ്. പിന്നെ ടോർട്ടിക്കുലസ് കിട്ടുന്നത് എക്സ്റ്റേണൽ ത്രോട്ടിലാണ്. ഗോയിറ്റർ കിട്ടുന്നത് എക്സ്റ്റേണൽ ത്രോട്ടിലാണ്. പിന്നെ തൈറോഗ്ലോസൽ സിസ്റ്റിന് എടുക്കുന്ന റൂബ്രിക്കാണ് എക്സ്റ്റേണൽ ത്രോട്ട് ട്യൂമേഴ്സ് സിസ്റ്റിക്. പിന്നെ സെർവൈക്കൽ ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എക്സ്റ്റേണൽ ത്രോട്ടിൽ സ്വെല്ലിംഗ് സെർവൈക്കൽ ഗ്ലാൻസ്. അപ്പോൾ എക്സ്റ്റേണൽ ത്രോട്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ മെയിനായിട്ട് വരുന്നത് തൈറോയിഡ് ഗ്ലാൻഡും സെർവൈക്കൽ ഗ്ലാൻഡും
ആണ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് റിലേറ്റഡ് ആയിട്ട് എല്ലാ റൂബ്രിക്കും നമുക്ക് എക്സ്റ്റേണൽ ത്രോട്ടിലൂടെ കിട്ടാം. ഗോയിറ്റർ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, ടോർട്ടിക്കോലിസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അവിടുത്തെ മസിലായിട്ടുള്ള സ്റ്റെനോക്ലിഡോയിഡ് മസിലിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് എക്സ്റ്റേണൽ ത്രോട്ട്, പാരാലിസിസ്, സ്റ്റെനോക്ലിഡോമാസ്റ്റോയിഡ്. പിന്നെ തൈറോഗ്ലോസൽ സിസ്റ്റ് റിലേറ്റഡ് ടു തൈറോയിഡ് അഗെയിൻ എക്സ്റ്റേണൽ ത്രോട്ട്, ട്യൂമേഴ്സ്, സിസ്റ്റിക് എന്നുള്ളതാണ് നമ്മൾ തൈറോഗ്ലോസൽ സിസ്റ്റിന് എടുക്കുന്ന റൂബ്രിക്. ദെൻ കം ടു സ്റ്റൊമക് ചാപ്റ്റർ. സ്റ്റൊമക് ഒരു വലിയ ചാപ്റ്റർ ആണ്. സ്റ്റൊമക് ചാപ്റ്ററിൽ നമുക്ക് കാർഡിയാക് ഓറിഫൈസ് ഉണ്ട്. പൈലോറസ് കിട്ടുന്നത് സ്റ്റൊമക്കിലാണ്. പിറ്റ് ഓഫ് സ്റ്റൊമക് കിട്ടുന്നത് സ്റ്റൊമക് ചാപ്റ്ററിലാണ്. അപ്പറ്റൈറ്റ് കിട്ടുന്നത് സ്റ്റൊമക് ചാപ്റ്ററിലാണ്. തേഴ്സ്റ്റ് കിട്ടുന്നത് സ്റ്റൊമക് ചാപ്റ്ററിലാണ്. നോസിയ കിട്ടുന്നത് സ്റ്റൊമക് ചാപ്റ്ററിലാണ്. വൊമിറ്റിംഗ് കിട്ടുന്നത് സ്റ്റൊമക് ചാപ്റ്ററിലാണ്. ഡിസയേഴ്സും അവേഴ്ഷനും കിട്ടുന്നത് സ്റ്റൊമക് ചാപ്റ്ററിലാണ്. ഇറക്റ്റേഷൻ കിട്ടുന്നത് സ്റ്റൊമക്കിലാണ്. ഹാർട്ട് ബേൺ കിട്ടുന്നത് സ്റ്റൊമക്കിലാണ്. ഇക്കഫ് കിട്ടുന്നത് സ്റ്റൊമക്കിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നല്ലോണം നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അതായത് TPBയും BBCRും എല്ലാം ഡിഫറെൻ്റ് ആണ് സ്റ്റൊമക്കിൻ്റെ ചാപ്റ്റർ വരുന്ന സമയത്ത്. സ്റ്റൊമക്ക് ഒരു ചാപ്റ്റർ ആണോ TPBയിൽ? TPB സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടോ? നിങ്ങൾ മറന്നോ TPB? ഇല്ല, ചാപ്റ്റർ. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ല അല്ലേ? സോ ഇറ്റ് ഈസ് എ റൂബ്രിക് ഇൻ TPB. വിച്ച് ചാപ്റ്റർ? വെരി ഗുഡ്. ഇന്റേണൽ അബ്ഡമിനിൽ ഒരു റൂബ്രിക് ആണ് സ്റ്റൊമക്ക്. BBCRലെ സ്റ്റൊമക്ക് എന്നുള്ള ചാപ്റ്റർ ഉണ്ടോ? യെസ്, BBCRൽ നമുക്ക് സ്റ്റൊമക്ക് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. TPBയിൽ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ല. TPBയിൽ അതൊരു റൂബ്രിക് ആണ്. എൻ്റെ ചാപ്റ്റർ ഇന്റേണൽ അബ്ഡമിനിലെ ചാപ്റ്റർ ആണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തീർന്നു. നെക്സ്റ്റ് വരുന്നത് അപ്പറ്റൈറ്റ്, തേഴ്സ്റ്റ്. അപ്പറ്റൈറ്റ് എന്നുള്ളത് എവിടെയാ നമുക്ക് TPBയിൽ കിട്ടുക? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. BBCRലാണെങ്കിൽ BBCR ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് അല്ലേ? അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. തേഴ്സ്റ്റ് എന്ന് പറയുന്നതും സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. പക്ഷേ TPBയിൽ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് എന്നുള്ള ചാപ്റ്ററിലാണ് നമുക്ക് അപ്പറ്റൈറ്റും തേഴ്സ്റ്റും ഒക്കെ കിട്ടുക. ഇനി നോസിയ വൊമിറ്റിങ്ങോ? നോസിയ വൊമിറ്റിംഗ് എങ്ങനെയാണ്? നോസിയ വൊമിറ്റിംഗ് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? TPBയിലും BBCRലും നോസിയ ആൻഡ് വൊമിറ്റിംഗ് സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. TPBയിലും ഉണ്ട് നോസിയ വൊമിറ്റിംഗ്, BBCRലും ഉണ്ട് നോസിയ ആൻഡ് വൊമിറ്റിംഗ്. ഇനി ഡിസയേഴ്സ് ആൻഡ് അവേഴ്ഷനോ? ഡിസയേഴ്സ് ആൻഡ് അവേഴ്ഷൻ എവിടെ നമുക്ക് TPBയിൽ കിട്ടുക? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിലാണ് TPBയിൽ ഡിസയേഴ്സ് ആൻഡ് അവേഴ്ഷൻ കിട്ടുക. BBCRൽ എവിടെ കിട്ടുക ഡിസയേഴ്സ് ആൻഡ് അവേഴ്ഷൻ? അപ്പറ്റൈറ്റ് ചാപ്റ്ററിൽ അല്ലേ? അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമുക്ക് ഡിസയേഴ്സ് ആൻഡ് അവേഴ്ഷൻ എന്നുള്ളത് BBCRൽ കിട്ടുക. TPBയിൽ നമുക്ക് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റിൽ കിട്ടും. കെൻഡിൽ നമുക്ക് സ്റ്റൊമക് ചാപ്റ്ററിൽ കിട്ടും. ഇനി ഇറക്റ്റേഷന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ്? സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് രണ്ടിലും അല്ലേ? TPBയിലും സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്, BBCRലും സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് ഇറക്റ്റേഷൻ. ഇനി ഹാർട്ട് ബേൺ വരുമ്പോൾ ഹാർട്ട് ബേൺ എങ്ങനെയാണ്? ഇറക്റ്റേഷനിലാണ് ഹാർട്ട് ബേൺ. ഏതില്? TPBയിൽ ഹാർട്ട് ബേൺ വരുന്നത് ഇറക്റ്റേഷന്റെ താഴെയാണ്. BBCRലാണെങ്കിൽ വേറെ സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് അല്ലേ? വാട്ടർ ബ്രാഷ് ആൻഡ് ഹാർട്ട് ബേൺ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാപ്റ്റർ ആണ് വാട്ടർ ബ്രാഷ് ആൻഡ് ഹാർട്ട് ബേൺ. ഇനി ഹിക്കഫിന്റെ കാര്യം വരുമ്പോഴോ? ഹിക്കഫ് TPBയിൽ ഇറക്റ്റേഷന്റെ താഴെ വരും ഹിക്കഫ്. പിന്നെ BBCRൽ ഇറ്റ്സ് എ സെപ്പറേറ്റ് ചാപ്റ്റർ. BBCRൽ ഹിക്കഫ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഓർത്തിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് കമ്മിങ് ടു അവർ ചാപ്റ്റർ സ്റ്റൊമക്ക്. ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക് എന്നുള്ളത് നമുക്ക് അവിടെ മിൽക്ക് എന്നുള്ളത് നമുക്ക് ചെസ്റ്റിലാണ് നമ്മൾ പഠിച്ചു.
അപ്പൊ ചെസ്റ്റ്, മിൽക്ക്, ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക് എന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു അവേർഷൻ ആയിട്ട് കണക്കുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ അവേർഷൻ മിൽക്ക് മദേഴ്സ് എന്നുള്ള റൂബ്രിക്കും ഉണ്ട്. സ്റ്റൊമക്കിൽ അവേർഷൻ മിൽക്ക് മദേഴ്സ്. നിങ്ങളോട് ഈ ഒരു സെയിം റൂബ്രിക്ക് ചോദിച്ചാൽ ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക് എന്ന് ചോദിച്ചിട്ട് ആ ഒരു സെന്റൻസ് മാത്രം ചോദിച്ചിട്ട് ചാപ്റ്റർ ചോദിക്കുകയാണെങ്കിൽ അത് ചെസ്റ്റ് ആണ് കേട്ടോ. അത് ചെസ്റ്റ് ആണ്. കാരണം ചെസ്റ്റിലാണ് അതേ റൂബ്രിക്ക് കൊടുത്തിട്ടുള്ളത്. മറ്റേത് നമുക്ക് എടുക്കാൻ പറ്റും, നമ്മുടെ ക്ലിനിക്കലി എടുക്കാൻ പറ്റുന്ന റൂബ്രിക്കാണ് സ്റ്റൊമക് അവേർഷൻ മിൽക്ക് മദേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു സെയിം റൂബ്രിക്ക് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ്, മിൽക്ക്, ചൈൽഡ് റെഫ്യൂസസ് മദേഴ്സ് മിൽക്ക് എന്നാണ് കേട്ടോ. ഈ കാർഡിയോസ്പാസം ആണെങ്കിൽ സ്റ്റൊമക്ക്, കൺസ്ട്രിക്ഷൻ, കാർഡിയാക് ഓറിഫൈസ്. പിന്നെ ഇമാസിയേഷൻ. ഇമാസിയേഷൻ എവിടെ കിട്ടും? ജനറാലിറ്റീസിൽ ഇമാസിയേഷൻ അല്ലേ? ടി പി ബിയിൽ സെൻസേഷൻ അല്ലേ? ഓക്കെ. ദെൻ അനോറക്സിയ. അനോറക്സിയ ആണെങ്കിൽ സ്റ്റൊമക്ക് അപ്പറ്റൈറ്റ് വാണ്ടിങ് എന്നാണ് നമ്മൾ അനോറക്സിക്ക് എടുക്കുന്ന റൂബ്രിക്ക്. ബുളീമിയ ആണെങ്കിൽ സ്റ്റൊമക് അപ്പറ്റൈറ്റ് റാവിനസ്, റാവിനസ് എന്നുള്ള റൂബ്രിക്കാണ് എടുക്കുക. ദെൻ ഹൈപ്പറമിസിസ് ഗ്രാവിഡാർ ആണെങ്കിൽ സ്റ്റൊമക്ക് നൗസിയ പ്രഗ്നൻസി ഡ്യൂറിങ്, അല്ലെങ്കിൽ സ്റ്റൊമക്ക് വോമിറ്റിംഗ് പ്രഗ്നൻസി ഡ്യൂറിങ്. രണ്ട് റൂബ്രിക്കും ഉണ്ട്. സ്റ്റൊമക് നൗസിയ പ്രഗ്നൻസി ഡ്യൂറിങ്, സ്റ്റൊമക് വോമിറ്റിംഗ് പ്രഗ്നൻസി ഡ്യൂറിങ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അപ്പോൾ സ്റ്റൊമക്കിൽ ഡിസോർഡേർഡ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. ഡിസോർഡേർഡ് സ്റ്റൊമക്ക് എന്നുള്ളത് നമുക്ക് ടി പി ബിയിലും ബി ബി സി ആറിലും നമുക്ക് അഗ്രവേഷനിൽ കിട്ടിയിരുന്ന റൂബ്രിക്കാണ്. അഗ്രവേഷനിലാണ് ഡിസോർഡേർഡ് സ്റ്റൊമക്ക് ഉള്ളത്. ഇവിടെ നമുക്ക് സ്റ്റൊമക്ക് എന്ന ചാപ്റ്റേഴ്സ് തന്നെ കിട്ടുന്നത് സ്റ്റൊമക്ക് ഡിസോർഡേർഡ്. ദെൻ എപ്പിലെപ്റ്റിക് ഓറ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഹാർട്ട് ബേണും ഹിക്കപ്പൊക്കെ നമുക്ക് സ്റ്റൊമക്ക് എന്നുള്ള ചാപ്റ്ററിലാണ് കിട്ടുന്നത്. പിന്നെ വാട്ടർ ബ്രഷ് മെൻഷൻ ചെയ്തിട്ടുള്ളത് സ്റ്റൊമക്ക് ഇറക്ടേഷൻ വാട്ടർ ബ്രഷ്, സ്റ്റൊമക് ഇറക്ടേഷൻ വാട്ടർ ബ്രഷ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ദെൻ ഗൗട്ട് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ചൊക്കെ ഡയറക്റ്റ് ആയിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു റൂബ്രിക് ആണ് ഹൊറിബിൾ സെൻസേഷൻ ഇൻ മോർണിംഗ് ഓൺ വേക്കിംഗ് ഇൻ ഡ്രങ്കാർഡ്സ്. ഇതിൽ നമുക്ക് ഒരു ക്ലൂ ഇല്ല. ഹൊറിബിൾ സെൻസേഷൻ ഇൻ മോർണിംഗ് ഓൺ വേക്കിംഗ് ഇൻ ഡ്രങ്കാർഡ്സ് ഏത് ചാപ്റ്ററിലോട്ടാണ് പോവുക എന്നുള്ളത് ഒരു ക്ലൂ ഇല്ല. So it is in the stomach chapter. The rubric is horrible. Horrible sensation in morning on waking in drunkards. Single medicine ആണ്. അസാരം മാത്രമേ മെഡിസിൻ. അസാരം യൂറോപ്പിയം. So horrible sensation in morning on waking in drunkards എന്നുള്ളത് സ്റ്റൊമക്കിൽ horrible sensation എന്നുള്ള റൂബ്രിക്കിന് താഴെയാണ് കിട്ടുക. ഓക്കെ. അപ്പോൾ സ്റ്റൊമക്കിൽ ആലോചിക്കേണ്ടത് ഇനോസിയ, വൊമിറ്റിംഗ്, ഡിസയേഴ്സ്, അവേർഷൻ, ഇറക്ടേഷൻ, ഹാർട്ട് ബേൺ, ഇക്കഫൊക്കെ കിട്ടുന്നത് സ്റ്റൊമക്കിലാണ്. പിന്നെ ആ ഒരു ഐഡിയ ഉണ്ടായാൽ മതി ഇതൊക്കെ ഇതിലാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഹാർട്ട് ബേൺ, ഇക്കഫ്, ഫെർമെന്റേഷൻ, ഗൗട്ടി മെറ്റാസ്റ്റാസിസ്, പിന്നെ സ്റ്റൊമക് ഹൊറിബിൾ സെൻസേഷൻ ഇൻ മോർണിംഗ് ഇൻ വേക്കിംഗ് ഇൻ ഡങ്കാർസ്, അത് അസാരമാണ് മെഡിസിൻ. ദെൻ കം ടു അബ്ഡമൻ ചാപ്റ്റർ. അപ്പോൾ കമ്പയറിംഗ് ടു അതർ ടി പി ബി ആൻഡ് ബി ബി സി ആർ, അവിടെ നമുക്ക് ഇന്റേണൽ അബ്ഡമൻ, എക്സ്റ്റേണൽ അബ്ഡമൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സിംഗിൾ ആയിട്ട് ഒറ്റ അബ്ഡമനേ ഉള്ളൂ, അബ്ഡമൻ. ഇതിൽ വരുന്ന റൂബ്രിക്ക് അന്യൂറിസം, അന്യൂറിസം എന്നുള്ള റൂബ്രിക്ക് വരുന്നുണ്ട്. വ്യൂബോ എന്ന് പറഞ്ഞ റൂബ്രിക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് മുഴുവനും, ലിവർ ആവട്ടെ, സ്പ്ലീൻ ആവട്ടെ, അങ്ങനത്തെ എല്ലാ റൂബ്രിക്കും നമുക്ക് കിട്ടുന്നത് അബ്ഡമനിലാണ്. അതായത് ഫാറ്റി ഡീജനറേഷൻ ഓഫ് ദ ലിവർ,
സിറോസിസ് ലിവർ. പിന്നെ ഡ്രോപ്സി അസൈറ്റിസ്, അസൈറ്റിസിന് എടുക്കുന്ന റൂബ്രിക് അബ്ഡമൻ, ഡ്രോപ്സി, അസൈറ്റിസ്. ദെൻ ഹെർണിയ, ഹെർണിയ എല്ലാ ഹെർണിയയും ഇവിടെ തന്നെ കിട്ടാം. ഇൻഗ്വൈനൽ, അംബലിക്കൽ, സ്ട്രാങ്കുലേറ്റഡ്, ചിൽഡ്രൻ ഇൻ, എല്ലാ ഹെർണിയും നമുക്ക് കിട്ടുന്നത് അബ്ഡമൻ ചാപ്റ്ററിലാണ്. ദെൻ ഹോറിപ്പിലേഷൻ, ഹോറിപ്പിലേഷൻ എന്നുള്ള റൂബ്രിക് ഉണ്ട്, അതിന് സിക്കയിലാണ് മെഡിസിൻ, സിംഗിൾ മെഡിസിൻ. ദെൻ ഇൻഡ്യൂസെപ്ഷൻ. ദെൻ ഇൻഫ്ലമേഷൻ എന്നുള്ള റൂബ്രിക്കിന്റെ താഴെ നമുക്ക് അപ്പൻഡിസൈറ്റിസ്, ലിവർ, ടൈഫ്ലൈറ്റിസ്. അപ്പൊ അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ലിവറിന് ലിവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഹെപ്പറ്റൈറ്റിസിന് എടുക്കുന്ന റൂബ്രിക്കാണ്. ദെൻ ടൈഫ്ലൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൗഡ് ഫ്ലഷ് ഓഫ് അംബിലിക്കസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, അതിൽ പ്രൗഡ് എന്നാണ് റൂബ്രിക് ഉള്ളത്, അത് കാൽക്കേരിയാണ് മെഡിസിൻ. ദെൻ ടേബിസ് മിസെൻട്രിക്ക, ടി ബി ഓഫ് ദ അബ്ഡമൻ നമ്മൾ പറയുന്നതാണ് ടേബിസ് മിസെൻട്രിക്ക, ഡയറക്റ്റ് റൂബ്രിക് ആണ്. ദെൻ ഗാൾസ്റ്റോൺ കോളിക്, ഗാൾസ്റ്റോൺ കോളിക് എന്നുള്ള റൂബ്രിക് നമ്മൾ അബ്ഡമനിൽ പെയിനിൽ ലിവറിന്റെ താഴെ കോളിക് ഗോൾ സ്റ്റോൺസ് എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഗോൾ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഗോൾ ബ്ലാഡർ പറഞ്ഞിട്ടില്ല, ലിവറിന്റെ താഴെയാണ് ഗോൾ സ്റ്റോൺസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോൾ ബ്ലാഡർ ലിവറിന്റെ ആ ഒരു സൈഡിലാണല്ലോ നിൽക്കുന്നത്, ലിവറിന്റെ തൊട്ട് താഴെയായിട്ട്. അപ്പോൾ പെയിൻ, ലിവർ, കോളിക്, ഗോൾ സ്റ്റോൺസ്, പെയിൻ, ലിവർ, കോളിക്, ഗോൾ സ്റ്റോൺസ്. ദെൻ കോഡ് കണക്റ്റിംഗ് ഫ്രം ആനസ് ടു നേവൽ, ഈ റൂബ്രിക് നമുക്ക് 2 സ്ഥലത്ത് കിട്ടും. കോഡ് കണക്റ്റിംഗ് ഫ്രം ഏനസ് ടു നാവൽ എന്നുള്ള 2 സ്ഥലത്ത് കിട്ടും. അവിടെ ആനസ് എന്നുള്ളൊരു പാർട്ടുണ്ട്, അത് നമുക്ക് ടു റെക്റ്റം, റെക്റ്റത്തിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ നേവൽ എന്നുള്ള പോർഷൻ ഉണ്ട്, അത് നമുക്ക് അബ്ഡമിനിലോട്ടും കണക്ട് ചെയ്യാം. അപ്പോൾ 2 ചാപ്റ്ററിൽ നമുക്ക് ഈ ഒരു റൂബ്രിക് കിട്ടും. റെക്റ്റം, കോഡ് കണക്റ്റിംഗ് ഫ്രം ഏനസ് ടു നേവൽ. അതുപോലെ തന്നെ അബ്ഡമിലും കോഡ് കണക്റ്റിംഗ് ഫ്രം ഏനസ് ടു നേവൽ, 2 സ്ഥലത്തും നമുക്ക് ഈ സെയിം റൂബ്രിക് കിട്ടും. ദെൻ പെയിന്, നമ്മളൊരു പെയിനിൽ നമ്മളെപ്പോഴും പറയുന്നത് അബ്ഡമൻ പെയിൻ മെൻസസ് വുഡ് അപ്പിയർ, അതുപോലെ തന്നെ അബ്ഡമൻ പെയിൻ ഡയറിയ ആസ് ഇഫ് വുഡ് കം. രണ്ടും നമുക്കായാലും മെൻസസിന്റെ സമയത്തും ഡയറിന്റെ സമയത്തും പെയിന് വരുന്നത് അബ്ഡമന്റെ ഈ റീജിയനിലായിരിക്കും. അപ്പൊ പെയിൻ മെൻസസ് വുഡ് അപ്പിയർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പെയിൻ ആസ് ഇഫ് ഡയറിയ വുഡ് കം, രണ്ടും കിട്ടുന്നത് അബ്ഡമനിലാണ്. ദെൻ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക് ഉണ്ട്, അപ്പൊ നമ്മൾ സ്കിന്നിലോട്ട് പോകരുത്, അത് അബ്ഡമനിലുള്ള റൂബ്രിക്കാണ് സെൻസിറ്റീവ് സ്കിൻ. ദെൻ പോട്ട് ബെലീഡ് ചിൽഡ്രൻ, അത് അബ്ഡമൻ എൻലാർജ്ഡ് ചിൽഡ്രനിൻ, അബ്ഡമൻ എൻലാർജ്ഡ് ചിൽഡ്രനിൻ. പെൻഡുലസ് അബ്ഡമൻ ആണെങ്കിൽ അബ്ഡമൻ പെൻഡുലസ്, അബ്ഡമൻ പെൻഡുലസ്. പിന്നെ പാനിക്കുലസ്, പാനിക്കുലസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കൂടുതലുള്ളതാണ് പാനിക്കുലസ് എന്ന് പറയുന്നത്. അബ്ഡമൻ എൻലാർജ്ഡ് ഫാറ്റ്, അബ്ഡമൻ എൻലാർജ്ഡ് ഫാറ്റ്, ഇതാണ് പാനിക്കുലസ്. അപ്പോൾ അബ്ഡമനിൽ മെയിനായിട്ട് ബ്യൂബോ ഉണ്ട്, അന്യൂറിസം ഉണ്ട്, എല്ലാ ഇന്റേണൽ ഓർഗൻസും, അതായത് ഫാറ്റി ലിവർ, സിറോസിസ്, അസൈറ്റിസ് അല്ലെങ്കിൽ ഹെർണിയ, ഇൻഗ്വൈനൽ അംബിലിക്കൽ എല്ലാ ഹെർണിയയും, പിന്നെ പോലെ തന്നെ ഇൻഡ്യൂസെപ്ഷൻ, ടേബിസ് മിസെൻട്രിക്ക, പിന്നെ ഇൻഫ്ലമേഷൻ, അപ്പൻഡിസൈറ്റിസ്, ലിവർ, ടൈഫ്ലൈറ്റിസ്, അതുപോലെ തന്നെ ഗോൾ സ്റ്റോൺ കോളിക്, ഇതൊക്കെ വരുന്നത് അബ്ഡമൻ ചാപ്റ്ററിലാണ് കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഹെർണിയ എവിടെയാണ് ടി പി ബിയിൽ കിട്ടുക? ടി പി ബിയിൽ എവിടെയാണ് ഹെർണിയ? എക്സ്റ്റേണൽ അബ്ഡോമിനൽ. ഹെർണിയ എക്സ്റ്റേണൽ അബ്ഡോമിനൽ നമ്മൾ 3 റൂബ്രിക്കേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് ഏത് ഉറക്കത്ത് ചോദിച്ചാൽ നമുക്ക് കിട്ടണം, അതെപ്പോഴും പഠിച്ചേക്കുക. അതാണ് അത്ര മാത്രമേ എക്സ്റ്റേണൽ അബ്ഡോമിനലുള്ളൂ. ഏതൊക്കെയാണ് 3 റൂബ്രിക്ക്? ഇൻഗ്വൈനൽ ഗ്ലാൻസ് അല്ലേ, ഒന്ന് ഇൻഗ്വൈനൽ ഗ്ലാൻസ്, ഒന്ന് പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, ഒന്ന് മോൺസ് വെനേറിസ്. ഇൻഗ്വൈനൽ ഗ്ലാൻസ്, പിറ്റ് ഓഫ് സ്റ്റൊമക്ക്, മോൺസ് വെനേറിസ്, ഈ 3 റൂബ്രിക്ക് മാത്രമേ എക്സ്റ്റേണൽ അബ്ഡോമിനൽ ടി പി ബിയിലുള്ളൂ. അപ്പോൾ വരുന്നത് ഇന്റേണൽ അബ്ഡോമിനിലായിരിക്കും എന്ത് വരുന്നത്? ഹെർണിയ വരുന്നത്. അപ്പോൾ ഹെർണിയ വരുന്നത് ടി പി ബിയിൽ ഇന്റേണൽ അബ്ഡോമിനിലാണ്. അതുപോലെ തന്നെ ഇന്റേണൽ അബ്ഡോമിനിൽ വരുന്ന വേറെ റൂബ്രിക്കാണ് ഇൻഗ്വൈനൽ റിംഗ്. ഇൻഗ്വൈനൽ റിംഗ് വരുന്നത് ഇന്റേണൽ അബ്ഡോമിനിലാണ്. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റൊമക്ക് എന്നുള്ളൊരു ചാപ്റ്റർ അവിടെ ഇല്ല, സ്റ്റൊമക്ക് എന്ന് വരുന്നത് ഇന്റേണൽ അബ്ഡോമിനിലാണ്. ഡയഫ്രം അല്ലെ, ഡയഫ്രം നമ്മൾ എപ്പോഴും ക്യാൻഡിൽ വരുമ്പോൾ നമ്മൾ ചെസ്റ്റിലാണ് പഠിക്കുന്നത്, പക്ഷേ ഡയഫ്രം വരുന്നത് എവിടെയാണ്? ഇന്റേണൽ അബ്ഡോമിനിലാണ് ടി പി ബിയിൽ വരുന്നത്. അതുപോലെ തന്നെ എല്ലാ ഓർഗൻസും, ലിവർ, സ്പ്ലീന് ഒക്കെ വരുന്നത് എവിടെയാണ്? ഇന്റേണൽ അബ്ഡോമിനിലാണ് ടി പി ബിയിൽ. ഇനി ഹെർണിയ നമുക്ക് ബി ബി സി ആറിൽ എവിടെ കിട്ടും? ഹെർണിയ ബി ബി സി ആറിൽ സെപ്പറേറ്റ് ചാപ്റ്റർ. ഹെർണിയ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ടോ? എക്സ്റ്റേണൽ അബ്ഡോമിനിൽ കിട്ടുന്ന ഒരു ഹെർണിയ ഉണ്ട്, നമുക്ക് നോക്കിയാൽ എവിടെ ഒരു ഹെർണിയ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു ഹെർണിയ വരുന്നത് എക്സ്റ്റേണൽ അബ്ഡോമിനിലാണ്, അത് സംഭവിച്ചു. ബാക്കി ഇൻഗ്വൈനൽ ഹെർണിയയും ഫിമോറൽ ഹെർണിയ എവിടെ വരും? യെസ്, ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയൻ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ്റ്റേണൽ അബ്ഡോമിനിലാണ് നമുക്ക് അംബിലിക്കൽ ഹെർണിയ വരുന്നത് ബി ബി സി ആറിൽ. പക്ഷേ ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻഗ്വൈനൽ ഹെർണിയും അതുപോലെ തന്നെ ഫിമോറൽ ഹെർണിയ ഒക്കെ വരുന്നത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിലാണ്. പിന്നെ ബ്യൂബോ എവിടെയാണ് ബി ബി സി ആറിൽ? ബ്യൂബോ
External abdomen. നോ. ബ്യൂബ വരുന്നത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിലാണ് കേട്ടോ. അപ്പോൾ ബ്യൂബ വരുന്നത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിൽ. അതുപോലെ ഇൻഗ്വൈനൽ പ്യൂബിക് റീജിയൻ തന്നെ നമുക്ക് ഇൻഗ്വൈനൽ ഹെർണിയും ഫിമോറൽ ഹെർണിയും വരുന്നത്. എക്സ്റ്റേണൽ അബ്ഡമനിലാണ് നമുക്ക് അംബിലിക്കൽ ഹെർണിയ വരുന്നത്. ഇനി ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ലിവർ, സ്പ്ലീന്, ഗോൾ സ്റ്റോൺ, അതുപോലെ ഗോൾ സ്റ്റോൺ കോളിക് അല്ലേ. നമ്മൾ കെൻറ്റിൽ പഠിച്ചത് അബ്ഡമൻ പെയിൻ, ലിവറിന്റെ താഴെയാണ് കോളിക് ഗോൾ സ്റ്റോൺസ് എന്ന് കൊടുത്തിട്ടുള്ളത്. പക്ഷെ BBC ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗോൾ സ്റ്റോൺ കോളിക് എന്നാണ് റൂബ്രിക്. അത് ഏത് ചാപ്റ്ററിലാണ്? ഇങ്ങനത്തെ ലിവർ, സ്പ്ലെയിന്, ഗോൾ സ്റ്റോൺ കോളിക്, സിറോസിസ്, ഫാറ്റി ഡിജനറേഷൻ ഓഫ് ദ ലിവർ എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഏതാണ് ആ ചാപ്റ്റർ? യെസ്, ഇറ്റ് വെരി ഗുഡ്. ഹൈപ്പോകോൺട്രിയ എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിലാണ് ഇങ്ങനത്തെ ഇന്റേണൽ ഓർഗൻസും ഡയറക്റ്റ് ആയിട്ട് ഗോൾ സ്റ്റോൺ കോളിക് ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഹൈപ്പോകോൺട്രിയ എന്നൊരു ചാപ്റ്ററും കൂടെ നമുക്ക് BBCRലുണ്ട്. ഞാൻ കമ്മിങ് ടു റെക്ടം ചാപ്റ്റർ. രക്തത്തിലാണ് നമുക്ക് ഡയേറിയ കിട്ടുക, കോളറ കിട്ടുക, കോൺസ്റ്റിപ്പേഷൻ കിട്ടുക, ഹെമറോയിഡ്സ് കിട്ടുക, വേംസ് കിട്ടുക. അപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് റെക്ടം ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഡയേറിയ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റൂബ്രിക്സ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് റൂബ്രിക്സ് ഉണ്ട്, പിന്നെ ഹെമറോയിഡ്സ് ഉണ്ട്, വേംസ് ഉണ്ട്, പിന്നെ കോളറ, ഡിസെൻട്രി അങ്ങനെ പറഞ്ഞ ഒരുപാട് കണ്ടീഷൻ നമുക്ക് റെക്ടത്തിൽ കിട്ടും. അതിൽ കുറച്ച് റൂബ്രിക്സ് മാത്രമേ ഉള്ളൂ. റെക്ടം കോൺസ്റ്റിപ്പേഷൻ, യൂറിനേറ്റിംഗ് ക്യാൻ പാസ് സ്റ്റൂൾ ഓൺലി വെൻ, പിന്നെ ഡ്രഗ്സ് ആഫ്റ്റർ അബ്യൂസ് ഓഫ് എന്തെങ്കിലും നമ്മൾ അലോപ്പതി മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരില്ലേ, അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട്, അതിനെടുക്കുന്ന റൂബ്രിക്കാണ് റെക്ടം കോൺസ്റ്റിപ്പേഷൻ, ഡ്രഗ്സ് ആഫ്റ്റർ അബ്യൂസ് ഓഫ്. പിന്നെ ഹോം അവേ ഫ്രം, സ്റ്റൂൾ പാസസ് ഈസിയർ വൈൽ സ്റ്റാൻഡിങ്. അപ്പോൾ റെക്ടം കോൺസ്റ്റിപ്പേഷൻ, സ്റ്റൂൾ പാസസ് ഈസിയർ വൈൽ സ്റ്റാൻഡിങ്, സ്റ്റൂൾ റിമൈൻ ലോങ് ഇൻ റെക്ടം, സോഫ്റ്റ് സ്റ്റൂൾ ബട്ട് ഡിഫിക്കൽട്ട് ടു പാസ്, അണേബിൾ ടു പാസ് സ്റ്റൂൾ ഇൻ പ്രസൻസ് ഓഫ് ദ നേഴ്സ്. നമ്മൾ ആംബ്രഗ്രേസ്യ പഠിക്കുന്ന സിംറ്റം ആണ് അണേബിൾ ടു പാസ് സ്റ്റൂൾ ഇൻ പ്രസൻസ് ഓഫ് നേഴ്സ്, ആംബ്രഗ്രേസ്യ. ലീൻ ടു ബാക്ക് ടു പാസ് എ സ്റ്റൂൾ മസ്റ്റ്, ബാക്കിലോട്ട് ഇങ്ങനെ ലീൻ ചെയ്തിരിക്കണം, അത് മെഡോറിൻ ആണ് മെഡിസിൻ. ഓക്കെ, അപ്പോൾ രക്തത്തിൽ നമുക്ക് വേംസ് ഉണ്ട്, ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെന്ന് ആലോചിക്കാം. ദെൻ ഹെമറോയിഡ്സ് എന്നുള്ള റൂബ്രിക് ഉണ്ട്, അത് നമുക്ക് കിട്ടുന്നത് രക്തത്തിലാണ്. ദെൻ പ്ലഗ് സെൻസേഷൻ ആസ് എ വേർഡ്സ് ബിറ്റ്വീൻ പ്യൂബിസ് ആൻഡ് കോക്കിക്സ്. ഇവിടെ നമുക്ക് പ്യൂബിസും കോക്കിക്സും ഉണ്ട്. അപ്പോൾ നമ്മളത് കോക്കിക്സ് വരുമ്പോൾ ബാക്കിലോട്ടാണോ പോകേണ്ടതെന്ന് ആലോചിക്കരുത്. ഈ ഒരു റൂബിക്ക് കിട്ടുന്നത് നമുക്ക് രക്തത്തിൽ തന്നെയാണ്. പ്ലഗ് സെൻസേഷൻ ആസ് എ വേർഡ്സ് ബിറ്റ്വീൻ പ്യൂബിസ് ആൻഡ് കോക്കിക്സ്, സിംഗിൾ മെഡിസിൻ അലോസ് ആണ്. Then unnoticed stool, thin watery passes while urinating. യൂറിയാറ്റിക് ആസിഡ് നമ്മൾ പഠിക്കുന്ന സിംറ്റം ആണ്. അതിന്റെ റൂബ്രിക് എന്ന് പറഞ്ഞത് റെക്ടം അൺനോട്ടീസ്ഡ് എന്നാണ് റൂബ്രിക്. റെക്ടം അൺനോട്ടീസ്ഡ്, സ്റ്റൂൾ തിൻ വാട്ടറി പാസസ് വൈൽ യൂറിനേറ്റിംഗ്. ദെൻ അർജിങ് എന്നുള്ള റൂബ്രിക് ഉണ്ട്. എഫേർട്ട്, ഗ്രീഡ്, ഡിസയർ പാസ് അവേ വിത്ത് അനാക്കാർഡിയം. യൂറിൻ ഈസ് ഡിസ്ചാർജ് ബട്ട് ഓൺലി യൂറിൻ ഈസ് അർജിങ് ഉണ്ടെങ്കിൽ പോലെ യൂറിൻ മാത്രമേ പോകുന്നുള്ളൂ, ലിലിയം ടിഗ്. വാട്ടർ റണ്ണിങ് ഹിയർ ഓഫ്, വെള്ളത്തിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ അർജിങ്, ലൈസിന. പിന്നെ സ്റ്റൂൾ നോട്ട് ഫോർ സ്റ്റൂൾ ബട്ട് ലാക്കസിസ്. ദെൻ അബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ്. നമുക്കൊരു റൂബ്രിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, അബ്സസ് ജസ്റ്റ് ബിലോ കോക്കിക്സ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട റൂബ്രിക്ക് എന്ന് പറഞ്ഞെങ്കിൽ രക്തത്തിൽ അബ്സസ് ജസ്റ്റ് ബിലോ ദ കോക്കിക്സ്,